ചൂട് ഭയങ്കരമാണ് അല്ലേ? അത് അവിടെ കൊണ്ടുവരും. ഇറങ്ങില്ലേ? ഇതോടെ മല്ലി ഉണക്കണ്. മല്ലി എവിടെ? മാവിച്ചോടെ എടുത്താ? നാത്തൂനെ, കുഞ്ഞമ്മയുടെ മോളെ എനിക്ക് അടിപൊളി ഒരു ചുരിദാർ സെറ്റ് തന്നു. അവിടുന്ന് കൊണ്ടുവന്ന കളറ് നല്ലതാ, തുണി അത്ര പോരാ. പക്ഷെ ഒരെണ്ണത്തിനെ തികയത്തുള്ളു. നിനക്ക് ഒരെണ്ണം പോരെ? അല്ല നാത്തൂന് ചുരിദാർ ഇടാറില്ലല്ലോ. അല്ല നാത്തൂന് പിന്നെ ചുരിദാർ ചേരത്തുമില്ലല്ലോ. ചേരൂല്ല എന്നല്ല, ഞാൻ ഇടാറില്ല, എനിക്കത് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. ഇത് പക്ഷെ ഫോറിൻ തുണി ആയിട്ടൊന്നും തോന്നണില്ല ഇടർക്കാ. പിന്നെ അത് ഫോറിൻ തുണിയാ, ഒന്ന് മണത്ത് നോക്കിക്കേ. ഫോറിനിലെ മണവാ. എന്താന്ന് ഇവളാദ്യം പിന്നെ ഫോറിൻ തുണിക്കൊക്കെ ഒരു പ്രത്യേക മണവാ. പാവട്ടോ, ആദ്യമായിട്ട് കാണുക കേട്ടോ ഇതൊക്കെ. എന്റെ മോളെ, ഞങ്ങളൊക്കെ ഇത് എന്തോരം കണ്ടിട്ടുണ്ടെന്ന് അറിയാം. ഞങ്ങളുടെ അച്ഛൻ എന്തെല്ലാം ഫോറിൻ സാധനങ്ങളാ കൊണ്ട് തന്നില്ലടാ. അതിന് ഇവിടുത്തെ അച്ഛൻ ഫോറിനിലല്ലായിരുന്നല്ലോ, പട്ടാളത്തിലല്ലായിരുന്നോ? പട്ടാളത്തിനാണെങ്കിലും കേരളത്തിന് പുറത്തല്ലേ അങ്ങനെ. അതാ ഫോറിൻ തുണിക്ക് എപ്പോഴും ഒരു പ്രത്യേകത തന്നെയാ. മണം ഉണ്ടെങ്കിൽ എത്ര നാളായാലും ഇങ്ങനെ തന്നെ നിൽക്കും. പിന്നെ ആകെ 2 മീറ്റർ തുണിയാണോ നിന്റെ കുഞ്ഞമ്മ ഫോറിനിന്ന് വന്നപ്പോ തന്നത്? ഇത് മാത്രമൊന്നുമല്ല, കുറേ സാധനം തന്നു. പക്ഷെ എല്ലാം ഓരോന്നേ തന്നുള്ളു. എനിക്ക് ഒരെണ്ണം കൂടെ ചോദിക്കണമെന്നുണ്ടായിരുന്നു നാത്തൂനെ. പിന്നെ എങ്ങനെ ചോദിക്കും? ഏട്ടനാണെങ്കിൽ അതിനൊക്കെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. സ്പ്രേ ഒരെണ്ണം കൂടെ ചോദിച്ചായിരുന്നേ, പക്ഷെ തന്നില്ല. എനിക്ക് ഒരെണ്ണം തന്നു, കാണിച്ചു തരാം. പിന്നെ അത് തയ്ക്കുമ്പോഴത്തേക്ക് മറ്റേ മേരി ചേച്ചിക്ക് തയ്ക്കണ പോലെ തയ്ക്കണ്ട, നല്ല ഫാഷനിൽ വേണം തയ്ക്കാൻ. ഞാൻ ഫാഷനിൽ തന്നെ എല്ലാം തയ്ക്കാറല്ലെങ്കിൽ. അങ്ങനെയല്ല, കഴുത്തിനൊക്കെ വേറൊരു മോഡൽ യൂട്യൂബിൽ നല്ല ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ മോഡലിലെ കഴുത്ത് വേണം തയ്ക്കാൻ. ഇതൊന്നും കൊള്ളൂല, വട്ടക്കഴുത്താ നല്ലത്. പിന്നെ നാത്തൂന് വട്ടക്കഴുത്ത് മാത്രമേ തയ്ക്കാൻ അറിയുള്ളൂ. ഇത് പുതിയ ഫാഷനാ. ഈ തുണിയിൽ തയ്ച്ചാൽ നല്ലതായിരിക്കും. ഇതിന് പാന്റ് വേണ്ടേ? പാന്റ് ഞാൻ ആ കളറിലെ ലെഗിൻസ് എടുത്തോളാം. എന്നാ വാ, അളവെടുക്കാം. ഇപ്പൊ വരണോ? പിന്നെ വന്നാലും മതി. അല്ല വേണ്ട, ഇപ്പൊ തന്നെ വരാം. എനിക്ക് മറ്റൊന്ന് തയ്ച്ചു തരണേ. മറ്റൊന്ന് ഇത് ചാർത്തിക്കൊണ്ട് എവിടെ പോവാൻ? എവിടെയെങ്കിലും പോയിക്കോളാം. ആളുണ്ടോ വീട്ടില്? കിട്ടിയോ? ഈ വാതില് ഇങ്ങനെ തുറന്നിട്ടിട്ട് ഇരിക്കരുതെന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒന്നും എടുത്തോണ്ട് പോകാനില്ലല്ലോ. ആകെ എന്തെങ്കിലും വിലയുള്ളത് ഞാൻ മാത്രമല്ലേ. അതെ, എന്റെ തങ്കം ഇവിടെ ഇരിക്കുമല്ലേ, ഇതിനാരെങ്കിലും കട്ടോണ്ട് പോയാലോ? ഞാൻ തുണി ഇട്ടിട്ട് എന്ത് തരാൻ? ഞാൻ നൂലൊക്കെ മേടിക്കാൻ നൂല്, ബട്ടൺസ്, എന്റെ തങ്കം ഒന്നും പറയണ്ട. നമ്മുടെ ഈ തയ്യൽ സാധനങ്ങൾ വിൽക്കുന്ന കടയുണ്ടല്ലോ, അവര് എല്ലാരും കൂടെ ചേർന്ന് സമരത്തിലാണ്. പണിമുടക്ക്. ഇനി നമ്മളെ ഇവിടെ ഗോപി ഡ്രസ്സസ് എന്ന് പറയുന്ന തയ്യക്കടയില് ആ ഗോപി അണ്ണന്റെ അവരുടെ അവിടെ നിന്ന് ഈ എലാസ്റ്റിക് മേടിച്ചായിരുന്നു. ഈ തയ്ക്കാൻ നമ്മൾ സാധനം മേടിക്കണ കടയിൽ നിന്ന്. അപ്പം ആ എലാസ്റ്റിക് വലിവില്ലായിരുന്നു, അത് ശരിയല്ല. അങ്ങനെ വലിയാത്ത എലാസ്റ്റിക് കൊടുത്തതിൻ്റെ പേരിൽ അവരൊരു സമരം ഇതിനെതിരെ വലിയാത്തത്. ക്ലീറ്റോ പറയണ കേക്കും പറയാൻ ക്ലീറ്റോ നുണയാണ്. എന്തിനാ ഇങ്ങനെ നുണ പറയണ എന്റെ ക്ലീറ്റോ? നിങ്ങള് നമ്മുടെ പാർട്ടിയിലെ പിള്ളേർ പറയണത് ശരിയായി, എനിക്ക് കള്ളം പറയാൻ അറിയില്ല. മറന്നുപോയെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ? മറന്നതല്ല, ഞാനൊരു സത്യം പറയട്ടാ. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടയിൽ ഈ സാധനം എല്ലാം ഉണ്ട്, കട സമരമൊന്നുമില്ല. നമ്മളവിടെ ഇപ്പോൾ ഈ സാധനമൊക്കെ മേടിക്കണമെങ്കിൽ തിരിച്ച് നമ്മളൊരു സാധനം അവർക്ക് കൊടുക്കണ്ടേ? അതെൻ്റെ കയ്യിലില്ല. എന്ത് സാധനം കൊടുക്കാൻ? പൈസ. ഒരു നൂലും ബോബിനൊന്നും മേടിക്കാനുള്ള പൈസയും കൂടി ക്ലീറ്റോനില്ലെങ്കിൽ ക്ലീറ്റോ എന്തിനാ നിങ്ങളെന്താ പിന്നെ മല മറിച്ചത്? ഞാനും കൂടി മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞത്. എടീ, അത് ഞാൻ വിചാരിച്ചത് എനിക്ക് ഇച്ചിരി പൈസ വരാനുള്ളത് ഇന്ന് വരുന്ന, അതുകൊണ്ടല്ലേ നീ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് വാങ്ങിച്ചോണ്ട് വരാന്ന്. പക്ഷേ ആ പൈസ വന്നില്ല. എനിക്ക് അവിടെ നാളെ വരും, ഞാൻ നാളെ മേടിച്ചോണ്ട് വരാം. വേണ്ട, ഞാൻ മേടിച്ചു തരാം. വേണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ചെയ്യും നോക്ക്. ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ച ഇതാണ് കുടുംബ കലഹം ഉണ്ടാവണം. ഓരോരുത്തർ അവർക്കൊന്നും അറിയണ്ട, തരാനുള്ള ഒരു കൃത്യമായിട്ട് പൈസ തന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമായിരുന്നോ? ഇനി ഇരുന്ന് ചിലക്കണ്ട. ഞാൻ ആ തുണി ഒന്ന് വെട്ടി വെച്ചിട്ട് തയ്ച്ചു തുടങ്ങണമെന്ന് വിചാരിച്ചതാ. അവള് നാളെ വരുമ്പോഴത്തേന് ഞാൻ എന്ത് പറയും? കഷ്ടമാണ് ക്ലീറ്റോ. എന്നാ പറ്റൂല്ലെങ്കിൽ അത് ക്ലീറ്റോനെ വിളിച്ച് പറഞ്ഞൂടെ പറ്റില്ലാന്ന്? ഞാൻ ഇതിന് വഴി കാണുമല്ലോ.
ഞാനത് പുതിയ ഫാഷനിൽ തയ്ക്കാൻ വേണ്ടി വെച്ചതാ. ഒന്ന് സമ്മതിക്കണ്ടേ തയ്ക്കാനായിട്ട്? ഇതിന്റെ ചേച്ചിയുടെ വീടാണേ. അവിടെ പിന്നെ ചേച്ചിയും അവരൊരു മകളും അരിയോളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഏതായാലും പഴയ തുണിയൊക്കെ ഉണ്ടാവും. ഞാൻ അപ്പുറത്തൊരു വീട്ടിൽ ഒറ്റയ്ക്കാ താമസം. അവിടെ പിന്നെ പെണ്ണുങ്ങളുടെ ഡ്രസ്സൊന്നും ഇല്ലല്ലോ. വാ എന്തായാലും മേടിച്ച. അതാ ഇതെന്താ കൂട്ടിയിരിക്കണേ? ഇവരിപ്പോ എങ്ങടെ പോയി? തങ്കം, തങ്കം, എന്തോ വീട് വന്നേ. യമന്തി എങ്ങടെ പോയി? അവള് സ്കൂളിൽ പോയി കൊച്ചിന്റെ. അയ്യോ, ഇതാരാ? ഇത് വീട് ഈ വെള്ളപ്പൊക്കത്തിൽ പോയ ഒരു സ്ത്രീയാ. പഴയ തുണിയൊക്കെ ഉണ്ടോ ചോദിച്ചിട്ടുണ്ട് വന്നേക്കണ്. എന്റെ അടുത്ത് എവിടെ തുണി? ഞാൻ ഇവിടെ വല്ലതുണ്ടെങ്കിൽ മേടിച്ചു കൊടുക്കാച്ചിട്ട് വന്നാ. എന്റെ അടുത്ത് വല്ല പഴയ തുണി എന്തായാലും ഇരിക്കണ്ട. നൈറ്റ് എന്തെങ്കിലും മതിയോ? നൈറ്റ് മതിയാ? ഓ പാവടാ, അത് മതി. എന്തായാലും ഉണ്ടെങ്കിൽ എടുത്തോളൂ. നിക്കട്ടെ, എടുക്കട്ടെ. നോട്ടുണ്ടെങ്കിൽ ഇപ്പൊ എടുത്തു തരൂ കേട്ടാ. അല്ല, കല്യാണം കഴിച്ചതാ? എന്ത് 3 വെറുതെ എല്ലാം അങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നത്. ആ പിന്നെ മേടിച്ചിട്ട് വേഗം അങ്ങോട്ട് പൊക്കോണം കേട്ടാ. തങ്കം മേടിച്ചു കൊടുക്ക്. പൊന്നു ദൈവമേ, ഈ മുറിയിൽ ഒരു ബൾബ് ഇടാൻ പറഞ്ഞിട്ട് ഇതുവരെ ക്ലീറ്റോന് പറ്റിയിട്ടില്ലല്ലോ അല്ലേ? ഇരുട്ട് കുത്തി കിടക്കണ ഒരു സാധനം നോക്കി എടുക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും വിളിക്കണം. അത് പകല് നോക്കിയെടുക്കണം. ബൾബ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ഗുണമുണ്ടെന്ന് അറിയാമോ? എത്ര രൂപ ലാഭമാണെന്ന് അറിയാമോ? ബൾബ് ഉണ്ടെങ്കിൽ അതും കത്തിച്ചിട്ടിട്ട് അങ്ങ് നടക്കും തള്ളയും മോളും കൂടെ. കറണ്ട് ഇങ്ങനെ കിടന്ന് എരിയും, മീറ്റർ ഓടും. അവസാനം മാസം ബില്ല് വരുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു തുകയാണ് വരുന്നത്. ഇപ്പൊ അടുത്ത ബില്ല് വരുമ്പോൾ കാണാം എത്ര രൂപ ലാഭം ഉണ്ടായിന്നുള്ളത്. ഒരു ബൾബിന്റെ കാര്യം ചോദിച്ചതിനാണ് ഈ മാതിരി പ്രസംഗം പ്രസംഗിക്കുന്നത്. ബൾബ് അതായത് പറഞ്ഞില്ലേ, പല തുള്ളി പെരി വെള്ളം എന്ന് പറയും പോലെയാണ്. ഇതുപോലെ ഒരു റൂമിൽ കിടക്കും, അടുത്ത റൂമിൽ കിടക്കും, അവിടെ എവിടെ കിടക്കും. ഇത് എന്തോന്നാടി ഇത് നിനക്കത് എങ്ങനെ കാണുന്നുണ്ട്? 2ആയിട്ടോ 1ആയിട്ടോ കാണുന്നത്? എനിക്ക് 1ആയിട്ടാണ് കാണുന്നത്. 1ആയിട്ടോ? ഓ എന്ത് പറ്റി? ഒന്നുകൂടെ നോക്ക്. ഇതൊന്നായിട്ട് ഞാൻ എന്റെ കണ്ടത് 2ആയിട്ട് കാണുന്നത് എന്തോ ചെറിയ പ്രശ്നം. അതെ, നടിക്ക് വയസ്സായില്ലേ. മാറിക്ക് അങ്ങോട്ട്. എനിക്ക് വയസ്സായി നിന്നോട് ആര് പറഞ്ഞു? പിന്നെ വയസ്സായില്ലേ? പിന്നെ അങ്ങനെ നീ വയസ്സാക്കണ്ട. അറിഞ്ഞാ ഇപ്പൊ 5G ആക്കാൻ പോവാ. അതങ്ങനെ തന്നെ. ക്ലാസ്സിൽ പിള്ളേരുടെ എണ്ണം കൂടുമ്പോൾ ഡിവിഷൻ കൂടും. ഇപ്പൊ നിങ്ങൾക്ക് എത്ര F വരെ ഉണ്ടോ? F കഴിഞ്ഞ അടുത്ത G, അങ്ങനെ തന്നെ പറഞ്ഞത്. ഡാഡി ഇതെന്തോന്ന് പറയണ? ഞാൻ നെറ്റ് 4G 5G ആക്കാൻ പോണ പറഞ്ഞ. ഇവിടെ ഇപ്പൊ 4G ആയ എന്ത് 5G ആയ എന്ത്? സാധാരണക്കാരന്റെ കാര്യം 3G തന്നെ. ഒന്നുമില്ല, നീ ഇങ്ങോട്ട് പഠിക്കും. നീ ഇതെന്തോന്ന് അങ്ങോട്ട് മറ്റേ പെരുകു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും പോലെ ഓടണേ? എന്തോന്നടി ഇതെന്തോന്നത്? എഴുന്നേറ്റ് എഴുന്നേറ്റ്. എന്തുവാ അത് പഠിച്ചോണ്ടിരിക്കില്ലേ? എന്തോന്ന് എന്ത് എഴുന്നേറ്റേ കാര്യം പറയണേ. ചുമ്മാ എന്തൊരു കാര്യം വേണ്ട? എന്താണ്? തുണി കാണാനില്ലാന്നേ. അയ്യോ, ഞാൻ ഇതെന്റെ ലുങ്കി. ഇതിപ്പോ നിനക്ക് ലുങ്കി കൊടുക്കാനുള്ള തമാശ കളിക്കില്ലേ? എന്തോന്നടി? എന്റെ പൊന്നു ദൈവമേ, ഇത് എവിടെ പോയത്? നിന്റെ അമ്മയ്ക്ക് എന്തോ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ അത്? ആരെ? എടി തക്കിളി മോളെ, എടി ആ കറുത്തത് മറ്റേ ജമന്തി മാമി തുണി തയ്ക്കാൻ, മറ്റേ ചുരിദാർ തയ്ക്കാൻ വേണ്ടി തുണി തന്നില്ലേ, ഫോറിൻ തുണി, അത് കാണാനില്ലാന്ന്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഞാൻ എടുത്തില്ല. പറയടി. എടുത്തില്ല. നീ എന്തോ വെട്ടി കളിക്കാൻ വേണ്ടി എടുത്ത്. ചിരി വരണം. സത്യം പറഞ്ഞ തക്കിളി മോളെ, അല്ലെങ്കിൽ അമ്മയുടെ നല്ല വീക്കോളൂ നീ. ഞാൻ എടുത്തില്ല. നീ പിന്നെ എന്താ ചിരിക്കണേ? അത് ചിരി വന്ന ഞാൻ എടുത്തില്ല. ഞാൻ ചിരിക്കുന്ന വെറുതെ കേട്ടാ, എടുത്തിട്ടില്ല. അവള് ചിരിക്കണോണ്ട് ചിരിക്കാണ്. നിങ്ങൾ തമാശ കളിക്കും.
ജമന്തിയുടെ ചുരിദാറാ? ആ അവളുടെ കുഞ്ഞമ്മ ഗൾഫിൽ നിന്ന് വന്നപ്പോഴത്തേനും മറ്റേ ഫോറിൻ തുണി കൊടുത്തതാ ചേച്ചി. നിനക്ക് തലയ്ക്കല്ല കുഴപ്പമില്ല. ഈ ജമന്തിയുടെ തുണിയൊക്കെ നീ പഞ്ച് തയ്ക്കാൻ എന്തിനാണ്? അവള് വേറെ തയ്യക്കടയിൽ കൂടെ തയ്ക്കട്ടായിരുന്നല്ലോ. ഞാൻ തയ്യക്കാരില്ലേ, ഞാൻ തയ്ച്ചാൽ എന്താ ആ കുഴപ്പം? നീ തയ്ച്ച അവസാനം ശരിയാവില്ല. കുറെ കുറ്റവും പറയും കുറവും പറയും, അവസാനം കാശും തരില്ല. ഇത് എവിടെ പോയിന്ന് പറഞ്ഞ ഞാൻ ഇനി അവളോട് എന്ത് പറയും? ഓ ഗൾഫ് തുണി. ഇവിടെയാണല്ലോ നീ ഗൾഫൊന്നും ആയിരിക്കില്ല. ഇത് ഇപ്പൊ ഗൾഫുകാരൊക്കെ ഭീമവള്ളി ഇറങ്ങി അവിടെ തുണി മാറ്റി സ്പ്രേ അടിച്ച് കൊണ്ടുവരണം. എന്റെ ദൈവം. അവിടെ എവിടെയും കാണും, നോക്കടി അങ്ങോട്ട്. ഇവിടെ ഒന്നും ഇല്ല ക്ലീറ്റോ. പിന്നെ അത് പറന്നു പോയ ക്ലീറ്റോ, ഇന്നൊരു പെണ്ണുമ്പുള്ള ഇവിടെ വന്നായിരുന്നു. പെണ്ണും പിള്ളേ? ഏത് പെണ്ണും പിള്ള? എന്റെ ദൈവമേ, അവരെങ്ങനെ എടുത്തിട്ട് പോയിട്ടുണ്ടാവോ? ഏത് പെണ്ണും പിള്ള? അമ്മാവനെ, അമ്മാവൻ ഈ മറ്റേ പ്രളയത്തില് എന്താണ് തുണിയും വീടൊക്കെ നഷ്ടപ്പെട്ടെന്നും പറഞ്ഞിട്ട് പഴയ തുണിയും ചോദിച്ചിട്ട് ഒരു പെണ്ണ് വന്നു ഇവിടെ. ഓ ഈ അമ്മാവന് എന്തിന്റെ കുഴപ്പമാണ്? ഏതെങ്കിലും ഒരു പെണ്ണ് എന്തേലും കരഞ്ഞു കാണിച്ച ഉടനെ ഇഞ്ഞ് വിളിച്ചോണ്ട് വരികയാണ്. ഞാനൊക്കെ എത്ര പ്രാവശ്യം കരഞ്ഞു കാണിച്ച 100 രൂപ ചോദിച്ചാൽ തരൂല്ല. അമ്മാവന് വലിയ കുഴപ്പം തന്നെ. അല്ല അവര് പക്ഷെ അകത്തോട്ടൊന്നും കേറിയില്ലല്ലോ. അതിനെ വിളിച്ചോണ്ട് ഇനി വന്ന് എന്തിനാണ് അമ്മാവൻ? പഴയ തുണി കൊടുക്കണ അമ്മാവിന്റെ തുണിയില്ല. അപ്പൊ ഞാൻ എന്റെ നൈറ്റി ഒക്കെ തപ്പാൻ വേണ്ടി അകത്തോട്ട് പോയി. നീ എപ്പോഴും ഈ വാതിലും തുറന്നിട്ടിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുമല്ലോ. ഞാൻ പറയൂലേ ഇവിടുന്ന് എന്തെങ്കിലും കാണാതെ പോകുന്നു. വേറെ സ്വർണ്ണ പണം വല്ലതും പോയാ? ആ 10 പവൻ പോയിട്ടുണ്ട് അതിന്റെ കൂടെ. പോളിട്ടോ അവിടുന്ന് ഞാൻ തുണി ചോദിക്കുമ്പോ സ്വർണ്ണം. അതാണ് അതൊക്കെ വാങ്ങിച്ചു വെക്കാത്ത നന്നായി. അവരെടുക്കും, അവര് പാവത്തിനെ പോലെ ഇരുന്ന് വെച്ചത്. പിന്നെ അവർക്ക് എടുത്ത് അവരുടെ കയ്യിൽ ഇരിക്കില്ലല്ലോ. അത് വാങ്ങി പോട്ടെ, മേടിച്ചു കൊടുക്കും വേറെ. എന്റെ ദൈവമേ, ഞാൻ തുണിക്ക് എവിടെ പോകും? നല്ല സൂപ്പർ തുണിയായിരുന്നു അത്. ആ അതൊന്നുമല്ല, അതൊക്കെ ഇവിടെ ലോക്കൽ ഇവിടെ ചാല മാർക്കറ്റിലേക്ക് കിട്ടുന്ന സാധനമായിരിക്കും. ഇനിയിപ്പോൾ ഗൾഫിൽ നിന്നൊന്നും പറഞ്ഞു നീ അങ്ങനെയൊന്നും പേടിക്കണ്ട. ഒരു സാധനങ്ങൾ വാങ്ങിച്ചു വെച്ച് ഉത്തരവാദിത്തമായിട്ട് സൂക്ഷിക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ ഏക്കരുത്. നിന്റെ അമ്മാവിനടുത്ത് പറ മേടിച്ചു തരാൻ. അമ്മാവ് സമ്മതിക്കും. ഇനി അവരെവിടെ എങ്ങനെ പോയി നോക്കിയാൽ കാണാൻ പറ്റുമോ? ആ പിന്നെ അവരിപ്പോൾ അവിടെ കാണും. നീ അടുത്ത് ഇവിടെ നിന്ന് പിന്നെ ഇപ്പോൾ അടുത്ത് എനിക്ക് വേണം മിക്കവാറും നമ്മുടെ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ കാണും അവർ. ഇതൊക്കെ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ഇനി അവിടെ പറഞ്ഞില്ലേ പോയി അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ പോയി അന്വേഷിക്കും. എനിക്ക് പേടിയാവുന്ന ജമന്തി എന്നെ എന്തെങ്കിലും പറയും. ആ അതൊക്കെ നിങ്ങൾ നാത്തോണ്ടും തമ്മിൽ അയക്കോ. അല്ലെ നിന്റെ ആങ്ങളുടെ ഭാര്യയല്ലേ, ആങ്ങളെ വിളിച്ച് പറ. നാത്തൂനെ, നാത്തൂനെ. ആ എന്താടി വന്നേ. എവിടെയാ? അതെ വരുന്നു. ചുരിദാർ തയ്ച്ചാ? ചുരിദാർ തയ്ച്ചാ? നീ ഇന്നലെ തന്ന ചുരിദാറല്ലേ? അതന്നെ ഇന്നല്ലല്ലോ തരാൻ പറഞ്ഞത്. ഇന്നലെ തരാന്ന് പറഞ്ഞല്ലേ? അയ്യോ ആണോ? ആ പിന്നെ രാത്രി ആയതുകൊണ്ടാ ഞാൻ വരാഞ്ഞത്. ചേടാ ഞാനോർത്ത് നാളെ കഴിഞ്ഞ് തന്നാ മതി എന്നാ വിചാരിച്ചത്. നാളെ കഴിഞ്ഞല്ല, ഇന്നലെ എന്നാ പറഞ്ഞത്. അയ്യേ തയ്ച്ചില്ല അത് കാരണം ഞാൻ. കൊള്ളാം. ഇന്ന് വൈകിട്ട് എനിക്ക് ഏട്ടൻ്റെ കൂടെ പുറത്തു പോകുമ്പോ ഇടാനായിരുന്നു. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? സാരമില്ല, വൈകിട്ട് വരെ സമയമുണ്ടല്ലോ, തയ്ച്ചെന്നാ മതി. അതല്ല വേറൊരു കുഴപ്പമുണ്ടപ്പോ. ഈ മറ്റേ മിഷൻ ഉടക്കി കിടക്കുക. പിന്നെ നൂലും കിട്ടണില്ല അതിന്റെ. കറുപ്പ് നൂലാ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തോണ്ട് തരാം. അല്ല നൂലല്ലടി, തുണി. മറ്റേ നീ പറഞ്ഞ മോഡലിൽ തയ്ക്കാൻ മറ്റേ മജന്ത തുണി വേണ്ടേ? മജന്ത തുണി വേണ്ട, അതിന്റെ തന്നെ ഇത് വെച്ചിട്ട് കഴുത്തിൽ തയ്ച്ചാൽ മതി. അല്ല അതങ്ങനെ അതപ്പ ആ മോഡലാവൂല. നീ മറ്റേ സാധനത്തെ ഇനിയിപ്പൊ സാരമില്ല. എന്തിനമ്മ ഇങ്ങനെ കള്ളം പറയണത്? നൂല് കിട്ടാത്തോണ്ടാണ് അമ്മ തയ്ക്കാത്ത. എന്റെ മാമിയുടെ കറുത്ത ഫോണും കൂടെ അമ്മേനെ കാണാതായി. ഇല്ല അതല്ല കാണാതെ തന്നെ പെട്ടെന്ന് ഒരു ഇച്ചിരി നേരം കാണാതായി. പക്ഷെ ഇത് ഇവിടെ എവിടെ ഉണ്ട് എനിക്കറിയാം. എന്റെ ഫോറിൻ തുണി കാണാതായാ? നാത്തൂനെ മര്യാദക്ക് എന്റെ തുണി തിരിച്ചു തന്നോ. ഞാൻ എന്ത് പറയും കുഞ്ഞമ്മയോട്? ആ ചുടിദാറിട്ട് തയ്ച്ച് ഫോട്ടോ എടുത്ത് കൊടുക്കാന്നാ പറഞ്ഞത്. അല്ല ജമന്തി, നീ എന്തിനിങ്ങനെ നടന്ന് ബേളം വെക്കണത്? ഇപ്പൊ ഏത് ഗൾഫുകാരാണ് എല്ലാരും ഇപ്പൊ ഇവിടെ നിന്ന് നേരെ ഫ്ലൈറ്റ് എയർപോർട്ടിൽ ഇറങ്ങി ഭീമാവളിയിൽ നിന്ന് തുണിയും വാങ്ങിച്ചിട്ട് അതിൽ സ്പ്രേ മേടിച്ച് കൊണ്ടുവരും. ഇത് ഭീമാവളി കിട്ടുന്ന തുണി തന്നെ. അത് ഫോറിൻ തുണി തന്നെയായിരുന്നു. ഭീമാപ്പള്ളിയിൽ നിന്ന് മേടിക്കുന്നേ നിങ്ങളുടെ പാലയിലുള്ള ആളുകൾ. കൊച്ചു ആവശ്യമില്ലാതെ അങ്ങോട്ടൊന്നും കയറി കളിക്കണ്ട. എന്റെ ചേട്ടാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം. നിങ്ങൾ തമ്മിൽ ഇതെന്റെ ഭാര്യയാണ്. ഭാര്യക്ക് ആ തുണിയിൽ നേരത്തെ ഒരു കണ്ണുണ്ടായിരുന്നു, അറിയാവോ? അയ്യോ പിന്നെ എന്റെ ഭാര്യ തുണി കാണാതെ നടക്കല്ലേ. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. അവളെ ആരാ കുഞ്ഞമ്മയാരാ ഭീമാവളി ഒരു തുണി കൊണ്ടുകൊടുത്ത് അത് കാണാൻ. കുഞ്ഞമ്മയുടെ മോള് എനിക്കൊരു തുണി തന്ന് ചുടിദാർ തയ്ക്കാനായിട്ട്. അത് നാത്തൂന്റെ കൊടുത്ത്. ഇപ്പൊ പറയാ ആ തുണി കാണുന്നില്ലെന്ന്. അതെവിടെ? അമ്മാവാ അത് ഇവിടെ എവിടെ ഉണ്ടായിരുന്നു, അതിപ്പോ കാണാനില്ല. അതിന് എവിടെ ഇങ്ങനെ ബഹളം വെക്കണെന്തിന്? എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എവിടെയൊക്കെ തുണി തയ്ക്കാൻ വാങ്ങിക്കരുതെന്ന്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഏട്ടനോട് ഞാൻ പറഞ്ഞതാ ആ റോയലിൽ കൊടുത്താൽ മതിയെന്ന്. അപ്പൊ ഏട്ടനായിരുന്നു നിർബന്ധം നിർബന്ധം കൊണ്ട് തയ്പ്പിച്ചാൽ മതിയെന്ന്. നന്നായി തയ്ക്കല്ലോ. അത് അവിടെ വെച്ചാ തുണി റോയലിന് കൊടുത്താലേ പൈസ എണ്ണി കൊടുക്കണം. ഇവിടെ പൈസ തന്നെ എണ്ണി കൊടുക്കണം. നല്ല ഫാഷനിൽ തയ്ച്ചു. പിന്നെ ഭയങ്കര നീ എങ്ങനെ ഫാഷനിൽ തയ്ച്ചാലും നീ അല്ലേ ഇടുന്നത്? ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ. നീ ആ തുണി എവിടെ വെച്ചേ? ഭാര്യയും ഭർത്താവും കൂടെ എവിടെയാ കൊണ്ട് കളഞ്ഞു. ഞങ്ങളെ പുഴുങ്ങി തിന്നടി. എവിടെ നീ ആ തുണി വെച്ചേ? എനിക്കറിയില്ല. ഒരാളൊരു തുണി കൊണ്ടുവന്ന ഉത്തരവാദിത്തത്തോടെ വെക്കണ്ട. ഇത് ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോവാ. അമ്മ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. അമ്മ ഒരു പെണ്ണിനെ കൊണ്ട് വന്നില്ലേ? അതിനെന്താ? ആ പെണ്ണാച്ചെടുത്ത്
എടുത്തോണ്ട് പോയതാ വീട്ടിൽ കയറി. അല്ലാതെ ഇവിടെ ആര് വേണം എടുക്കാൻ ഇവിടെ? ആ പെണ്ണെങ്ങനെ കയറുന്നത്? നീയല്ലേ തുണി എടുത്ത് പഴയ തുണി എടുത്തു കൊടുത്തത്? ഞാൻ പോയ നേരത്തെ അമ്മാനകത്തോട്ട് പോയപ്പോഴത്തേനും അത് പെരക്കകത്ത് കയറിയിട്ടുണ്ട്. ആൾറെഡി നീ ചിലപ്പോ ആ സ്ത്രീക്ക് പഴയ തുണി കൊടുക്കണതിന്റെ കൂട്ടത്തിൽ ഈ തുണി എങ്ങനെ എടുത്തു കൊടുത്തോ? പിന്നെ ഞാനിവിടെ ബോധം കിട്ടി നടക്കല്ലേ. ഇത് നിർത്തിക്കേ. എല്ലാരും കൂടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് എന്റെ തുണി കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. പറഞ്ഞേക്കാം. അതെ, അമ്മാവ എന്തിനാണ് ഈ കണ്ണി കണ്ട പെണ്ണുങ്ങളെ കഴിച്ച് വീട്ടിൽ കൊണ്ടുവരണത്? നേര്. ആ, ആ പെണ്ണെടുത്തിട്ട് പോയത് അത്. ഇനിയിപ്പോ എല്ലാരും കൂടി എന്റെ നെഞ്ഞത്ത് കയറിക്കോ. അല്ല പിന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യും ദൈവമേ? ഇപ്പൊ ചെയ്യാൻ തോന്നുന്നു. ഞാൻ പോണ വഴിക്ക് അതുപോലത്തെ തുണി വല്ലതും കാണണേ. ഇത് എങ്ങനെ ഇരിക്കും തുണി കാണാൻ? തുണി കറുപ്പില് ഈ കളറ്, ഈ കളറില് വട്ടം വട്ടം വട്ടം, കറുപ്പില് വട്ടം വട്ടം, ഈ കളറ് നോക്കാം. അതെ, എവളെയൊക്കെ തുണി വാങ്ങിക്കരുതെന്ന് പറഞ്ഞ ഇതുകൊണ്ടാ. ഒരു കണക്കിന് അത് പോയത് നന്നാ, ഇല്ലെങ്കിൽ തച്ചിട്ട് കുറെ കുറ്റം കൂടെ പറഞ്ഞാനാ. പിന്നെ അതിന്റെ കൂടെ ഒരു വെളുത്ത വെളുത്തൊരു ഡിസൈനും കൂടി ഉണ്ട്. എല്ലാം കൂടെ ഒത്തു കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ 3 കളർ തുണി കൂടെ മേടിച്ചോണ്ട് ഞാൻ വരും. ഇതാണ് വയസ്സുകാലത്ത് ഇരുന്ന് സ്വപ്നം കാണുന്നത്. ഒന്നുമില്ല, ഒന്നുമില്ല, ഇതൊരു ഒന്നുമില്ലടാ. ജമന്തി, വിളിക്കണ്ട. അവള് ദേഷ്യത്തിലാടാ, ഒരു പണി എടുത്തിട്ടില്ലെന്ന്. അതെന്തൊരു അവൾക്ക് പോരും തുണി വേണം തന്നെ. അത് വരെ തീർന്നില്ലേ? അങ്ങനെ തീർന്ന് ഇങ്ങനെ വാശി പിടിച്ചു കഴിഞ്ഞാ കൊള്ളാം. ഓരോ ഏടാകൂടങ്ങൾ വന്നാലും ബാക്കിയുള്ളവനാണ് സമാധാനം. അത് നിന്നെ പെണ്ണുപിള്ള വിടറേ. എന്ത് എന്ത് വിളിക്കാവളെ. തങ്കം, തങ്കം, ഓ വാ വാ വാ. ജമന്തേ, വാ. ജോലിയെ ഇവിടെ വെറുതെ ഇരിക്കില്ലായിരുന്നു. ഇവനെന്ത് വിളിച്ചു വന്നോട്? വന്നല്ലോ. ഇന്നല്ലേ ഇല്ല, ഒന്നുമില്ല. എന്റെ പെണ്ണുമ്പിള്ളക്ക് ചെവിതല കേൾക്കാൻ വയ്യ. അത് കാലത്തെ പോലും ഒരു സ്വസ്ഥതയില്ല ഞങ്ങൾക്ക്. ഇതായിരുന്നല്ലോ പ്രശ്നം, നിന്റെ തുണി. എന്റെ കാലത്ത് ഭ്രാന്തുണ്ടോ? നീ എന്തിനാണ് ഈ തുണി എടുത്ത് മാറ്റി വെച്ചിട്ട് വെറുതെ കുടുംബത്തെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത്? അമ്മാവ ചുമ്മാ കണ അലക്കല്ലേ കേട്ടാ. ഇത് ആ തുണിയൊന്നുമല്ല, അതിന് പകരം ഞാൻ വേറെ തുണി മേടിച്ചുകൊണ്ട് കൊടുത്താ എന്റെ ഭാര്യക്ക് ഇത്തിരി സ്വസ്ഥത കിട്ടട്ടെ. സ്വസ്ഥത ഉണ്ടാക്കിയത് നിങ്ങളല്ലേ? എന്താണ്? അവളൊരു തുണി വെക്കാൻ തന്നു. അപ്പൊ മര്യാദയ്ക്ക് തച്ചു കൊടുക്കണം. ആൾക്കാർ കൊടുക്കണം. എന്തിന്? എന്റെ ദൈവമേ, ഞാൻ ആർക്ക് കൊടുത്തെന്ന് ഈ പറയണേ? ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. പിന്നെ അത് എവിടെ പോയി? എവിടെ പോയിന്ന് അറിയെങ്കിൽ ഞാൻ അത് എടുത്തോണ്ട് വരൂലേ? ഇനി എവിടെ പോയി അറിയണമെങ്കിൽ ഇതാ നിൽക്കുന്നു. ചോദിക്ക്. കണ്ണി കണ്ട പെണ്ണുങ്ങളെയൊക്കെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരണേ. അവളൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ടാവും. ഈ അമ്മാവൻ എന്തിനാണ് ഈ വേണ്ടാത്ത കൊല്ലപ്പക്കടുത്ത് വീട്ടിൽ വിളിച്ചിരുന്നത്? ആവശ്യമില്ലാത്ത ഞാനൊരു ഉപകാരം ചെയ്തത് ഇപ്പൊ എല്ലാരും കൂടി എന്റെ തന്നെ തന്നെ ഇല്ലാതെ ഉപകാരം. ഭയങ്കര ഉപകാരം തന്നെ. എല്ലാം കഴിഞ്ഞു. തന്റെ തുണി തയ്ക്കോ ഇടും എന്താന്ന് വെച്ചാൽ ചെയ്ത എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. സമാനായല്ലോ, സമാനായല്ലോ. കേറിപ്പോ. ഒരു സമരകാരി വന്നിരിക്കും. അയ്യോ, ഇങ്ങനെ വേണ്ട പെണ്ണുങ്ങള്. അതിനിത് എന്റെ തുണിയല്ലല്ലോ. നിന്റെ തുണിയല്ല, അതുപോലത്തെ അതിന് പകരം വേറെ തുണിയാണിത്. ഓ, എന്റെ ഫോറിൻ തുണിക്ക് പകരം എവിടുന്നെങ്ങാണ്ട് മേടിച്ചോണ്ട് വന്നേക്കുവാ. എവിടെ നിന്നൊന്നുമല്ല, ഇത് ഫോറിൻ സാധനങ്ങൾ വിൽക്കണ മാഹിന്റെ വാങ്ങിച്ച തുണിയാണ്. ആ ക്ലീറ്റോ ചേട്ടനെ നല്ല ഫോറിൻ തുണി കാണാത്തത് കൊണ്ടാ. ഞാനേ നല്ല ഫോറിൻ തുണി കണ്ടു വളർന്നവളാ. അയ്യോ, നീ അതൊന്നും പറയല്ലേ. എന്റെ പാലയിലുള്ള എല്ലാരും ഫോറിനിലായിരുന്നു. ഇപ്പോഴാണ് ആരെങ്കിലും ഇവിടെ വന്നത്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞത്. നീ വേണം കിടുവച്ച. പറ്റത്തില്ല ക്ലീറ്റോ ചേട്ടാ, എനിക്ക് എന്റെ ഫോറിൻ തുണി തന്നെ കിട്ടണം. എന്റെ ജമന്തി അത് പോയില്ല. പിന്നെ പിന്നെ അത് കിട്ടണമെന്ന് വാശി പിടിച്ച ഞാൻ അവിടെ എടുത്തോണ്ട് കേട്ടോ, ഇത് അടിപ്പാവട പോലും തയ്ക്കാൻ കൊള്ളത്തില്ല ഇതുകൊണ്ട്. ആ, എന്നാ വേണ്ട, നീ തയ്ക്കണ്ട. നീ അതിനെ എവിടെയെങ്കിലും കൊണ്ട് വിരിച്ച് ഇങ്ങനെ കെട്ടിയിട്. ഇത്ര മാത്രം പ്രസംഗിക്കാനൊന്നുമില്ല. ഒരു തുണി പോയതിന് പകരം തുണി മേടിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തയ്ച്ചിടാലോ. പകരം തുണിയാണെങ്കിൽ നല്ലത് മേടിച്ചു തന്നെ. നല്ലത് തന്നെയാണ്. ഇതിനെന്താണ് കുഴപ്പം? ഇതിനെന്താ കുഴപ്പം? നീ ഒന്ന് നോക്കിക്കേ. ഈ തുണിക്ക് എന്താണ് കുഴപ്പം? അഹങ്കാരം. ഈ തുണിക്ക് എന്താ കുഴപ്പം? ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇങ്ങനെ അഹങ്കാരം. ആ കൊടുക്കളഞ്ഞോ, ഞാൻ തന്നെ കളയാനിരുന്നതാ. എനിക്ക് എന്റെ ഫോറിൻ തുണി തന്നെ മതി. എന്തൊരു അഹങ്കാരം നോക്ക് പെണ്ണുങ്ങളെ. അഹങ്കാരം തന്നെ. അതെ, ഫോറിൻ തുണി ഞങ്ങൾ അങ്ങ് വിഴുങ്ങി. താൻ കൊണ്ടുപോയി കേസ് കൊടുത്തു. ഇതാ കനക, നിന്റെ ഭാര്യ എന്നോട് പറയല്ലോ, ഭയങ്കര അഹങ്കാരി കേട്ടവള്. ആ, ഭാര്യയും ഭർത്താവും കൂടെ അങ്ങോട്ട് വിഴുങ്ങി കാണും. വിഴുങ്ങിയടി, നമുക്ക് കോടതി കാണാം. ഓ, കടയിൽ വന്നത് ഞാൻ അറിഞ്ഞായിരുന്നു. കടയിൽ വന്നതായിരുന്നു. ഞാനേ പഞ്ചായത്ത് വരെ പോയതായിരുന്നു. ചേട്ടാ ഇത് കയ്യോടെ നോക്കിക്കേ. നോക്കാനൊന്നുമില്ല അത്. നോക്കിക്കേ ചേട്ടാ, ഞാൻ പുതിയ മോഡലാണ് തയ്ച്ചേക്കുന്നത്. അല്ല സുഖു, അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇറക്കം കുറഞ്ഞു പോയി. കൈക്ക് നീളം കുറവാണ്, പൊക്കക്കുറവ്, വണ്ണക്കുറവാണെന്നും പറയില്ല. ഒരു പരാതിയില്ല, ഞാൻ വീട്ടിൽ കയറി ഇടാം. ചേട്ടൻ എന്തേ തയ്ച്ചാലും മോൻ തെളിയും. ഇത് തെളിയും. ഞാനിപ്പോ വിയർത്ത് നിൽക്കുകയാണ്. ഞാൻ വീട്ടിൽ കയറി ഇടാന്ന് പറഞ്ഞില്ല. പുതിയ മോഡലാ തയ്ച്ചേക്കുന്നത്. സുഖം, അത് കണ്ടോ കണ്ടോ കണ്ടോ. എന്റെ ഫോറിൻ തുണി ഇതാ. എന്റെ കുഞ്ഞമ്മയുടെ മോള് തന്ന ഫോറിൻ തുണി. അല്ല, അപ്പൊ അത് അതെ
ജമന്തി എന്നോട് ക്ഷമിക്കണം. ഈ പൂക്കളുള്ള തുണി പണ്ട് എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. മാത്രമല്ല ഞാൻ ഈ കളറിലെയും ഈ ഡിസൈനിലും ഒരു തുണി അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പോഴാണ് ഇത് കണ്ടത്, അതുകൊണ്ട് എടുത്തതാണ്. എടാ കഴുതേ, നീ ഈ ഷർട്ട് തയ്ച്ചത് എന്തിനാ? ഇടാൻ വേണ്ടിയിട്ടല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ഈ ഷർട്ട് ഇട്ട് ഞങ്ങളുടെ മുന്നിൽ വരില്ലേ? അപ്പൊ ഞങ്ങൾ അറിയില്ലേ ഈ ഫോറിൻ തുണി കട്ടെടുത്താണെന്ന്? അതൊക്കെ ചിന്തിക്കാൻ അവനതിലെ ആള് താമസം വേണ്ടേ? Alien versus Alien.